തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും കോൾഡായേക്കാണ്, പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ പേരക്കുട്ടികൾക്ക്. അപ്പം ഞാൻ എൻ്റെ മുത്തശ്ശി അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കഷായം തയ്യാറാക്കുക. ഇത് ഫലിച്ചില്ലെങ്കിൽ മാത്രമേ ഡോക്ടറെ അടുത്ത് പോവുള്ളൂ. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: പനിക്കൂർക്കയുടെ ഇല, തുളസി ഇല, ഏലക്കായിൻ്റെ തൊണ്ട്. കായില്ല അതിനകത്ത്, കായെടുത്തു, തൊണ്ട് മാത്രം മതി, കായിടാൻ പാടില്ല. ഒരര സ്പൂൺ ജീരകം, ഒരു കഷ്ണം ചുക്ക് ചതച്ചത്, കുരുമുളക് ചതച്ചത്. രണ്ടായിട്ട് പൊട്ടിയിട്ടുള്ളൂ, പൊടിയാൻ പാടില്ല. പൊടിയാതിരുന്നാലും പ്രയോജനമില്ല. ഇനി ചേർക്കാൻ പറ്റിയത് വെളുത്തുള്ളി ചേർക്കാം, നല്ലതാണ്, ഔഷധമാണ് വെളുത്തുള്ളി. പക്ഷേ ഞങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ലാത്ത കാരണം ചേർക്കണില്ല. കുരുമുളക് ചതച്ച പോലെ നമ്മൾ ഈ ജീരകവും ചതച്ച് ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇത് ഞാൻ ചതച്ചിട്ടില്ല, ഇപ്പോൾ ചതച്ച് കൊണ്ടുവരാം. കൂടാതെ നമ്മളിതിനകത്ത് ഒരു 1/4 സ്പൂണോ അര സ്പൂണോ മഞ്ഞൾപ്പൊടി ചേർക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലർജിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ എടുത്തേക്കണ ഇത്രയും തുളസിയിലയും ഈ വസ്തുക്കളെല്ലാം 4 ഗ്ലാസ് വെള്ളത്തിനുള്ളതാണ്. ഇപ്പം നമ്മൾ 4 കപ്പ് വെള്ളം ഒഴിച്ചു. ഇത് അടപ്പത്ത് വെച്ച് തിളച്ചതിന് ശേഷം ഇട്ടാലും മതി, അല്ല നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ഇപ്പം തന്നെ ഇടാം. ഞാൻ ഇപ്പം തന്നെ ഇടുകയാണ്. പനിക്കൂർക്ക ഇട്ടു, തുളസിയില ഇട്ടു, ചുക്കിട്ടു, കുരുമുളക് ആവശ്യത്തിന് ഇട്ടാൽ മതി, ഞാൻ ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട്. ഏലക്കായിൻ്റെ തൊണ്ട്, ജീരകം ചതച്ചിട്ടിടാം. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. നമ്മൾ സ്റ്റൗ കത്തിച്ചു, നമ്മുടെ കഷായം നമ്മളുടെ അടപ്പത്ത് വെച്ചു. നമ്മുടെ ജീരകം അതിനകത്തേക്ക് ഇട്ടു. ഇപ്പോൾ നമ്മുടെ കഷായം 3/4 ഭാഗമായി. 1 കപ്പ് വെള്ളം വറ്റി. 4 കപ്പ് വെച്ച് 2 കപ്പ് ആക്കേണ്ടതാണ് ശരി. പക്ഷേ നമ്മളിപ്പോൾ 3 കപ്പ്, 1 കപ്പ് വറ്റിയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി അരിച്ചെടുക്കാം. നമ്മൾ സ്റ്റൗ കിടത്തി. ഇപ്പോൾ നമ്മുടെ കഷായം റെഡിയായി. വെള്ളം കുറച്ചും കൂടി വറ്റി 2 കപ്പായാൽ കഷായത്തിന് കുറച്ചും കൂടി പവർ കൂടും. ഞാൻ 1 കപ്പേ വറ്റിച്ചുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 2 കപ്പ് വറ്റി 2 കപ്പാക്കണം. 4 കപ്പ് വെള്ളം 2 കപ്പാകണം. നമ്മളത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. പ്രായമായവർക്കാണെങ്കിൽ 1/2 കപ്പോ 3/4 കപ്പോ കുടിക്കാം. ഇതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സിൽ കരിപ്പെട്ടി ശർക്കരയാണിത്, കരിപ്പെട്ടി ശർക്കര. ഈ ശർക്കരയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ അവർക്ക് കുടിക്കാൻ എളുപ്പത്തിലാവും. നമുക്ക് അല്ലെങ്കിൽ എരിവ് അധികമായിരിക്കും, കുട്ടികൾ കുടിക്കാൻ കൂട്ടാക്കുകയില്ല. വലിയവർക്കാണെങ്കിൽ തൊണ്ടയ്ക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊരു മഞ്ചാടിക്കുരുവിൻ്റെ അത്രയും നെയ്യ് ഇതിനകത്തിട്ട് കുടിക്കാം. അപ്പോൾ തൊണ്ട കുറച്ച് സ്മൂത്തായിട്ട് വരും. തൊണ്ടവേദന ഉണ്ടെങ്കിൽ അത് ആക്കാൻ നല്ലതാണ്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.